അപമാനം സനാതനത്തെ അവഹേളിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയൂ. മുഖ്യമന്ത്രി മാപ്പ് പറയൂ. നിങ്ങൾക്കെതിരെ ഉയരുകയായി കേരള നാടിൻ പ്രതിഷേധം. ആലപ്പുഴയുടെ പ്രതിഷേധം. ശ്രീനാരായണ ദർശനത്തെ സനാതനധർമ്മ വിരുദ്ധമെന്ന് ഇവരെ കേട് പുലമ്പുന്ന മുഖ്യമന്ത്രി പിണറായി രാജിവെച്ച് പോയിക്കൂടെ? നമ്മുടെ നാടിന് അപമാനം. കേരള മുഖ്യൻ അപമാനം.
ഭ്രാന്തൻ വാക്ക് വിളമ്പിയിടുന്നു. കേരള മുഖ്യ മാപ്പ് പറയൂ. പിണറായി വിജയൻ മാപ്പ് പറയൂ. നിങ്ങൾക്കെതിരെ വീറുകയായി ആലപ്പുഴയുടെ പ്രതിഷേധം, BJP-യുടെ പ്രതിഷേധം, സനാതനത്തെ അവഹേളിച്ച, ഹിന്ദുത്വത്തെ അവഹേളിച്ച മുഖ്യമന്ത്രി രാജിവെക്കൂ.
ഇന്ന് കേരളമാകമാനം പ്രതിഷേധിക്കുകയാണ്. ഒരു സാമാന്യ ബോധമുള്ള കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തെ പറ്റി അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാളും പറയാത്ത തരത്തിൽ ഒരല്പജ്ഞാനിയെ പോലെ ആസൂത്രിതമായ മാർക്സിസം ജനങ്ങളുടെ മുന്നിൽ കുത്തിവെക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മവിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സനാതന ധർമ്മത്തെ പറ്റി ചുക്കും ചുണ്ണാമ്പും അറിയാതെ, ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെ പറ്റി ഒന്നും അറിയാതെ തന്റെ ഫാസിസം വളർത്താൻ വേണ്ടി എന്ത് വിവരക്കേടും എവിടെയും പറയാമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. നമുക്കറിയാം, ശിവഗിരിയെ പോലെ പുണ്യസ്ഥലം, പുണ്യമായ പരമപുണ്യമായ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ പറ്റി അയവിളക്കുന്ന ഒരു സ്ഥലത്ത്, പരിപാവനമായ ഒരു സമയത്ത് ഈ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഈ നാട്ടിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ, ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ ആസൂത്രിതമായി നടത്തിയ പ്രസ്താവന, കമ്മ്യൂണിസത്തെ വളർത്താൻ, തന്റെ പാർട്ടിയെ വളർത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. നമുക്കറിയാം, ഹിന്ദുത്വത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള, സനാതന ധർമ്മത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ജാതിയും മതവും തുറച്ചു നീട്ടിക്കൊണ്ട് ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ, സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ സന്യാസി വരന്റെ ആ ഓർമ്മകളെ ഇറക്കുന്ന ഒരു വേദിയിൽ ഇത്രയും നീചമായ ആസൂത്രിതമായ ഒരു പ്രസ്താവന നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ, സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സൂചന. നമുക്കറിയാം, ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കുന്നത്? സനാതന ധർമ്മത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണോ? ഇവിടുത്തെ മന്ത്രിമാരാണോ? മുഖ്യമന്ത്രിയാണോ? ഇവിടെ സനാതന ധർമ്മത്തിന് ഉണ്ടായിട്ടുള്ള അപജയങ്ങളിലൊക്കെ, ആ സമയങ്ങളിലൊക്കെ അതേ സംബന്ധിച്ച് ചിന്തിക്കുവാനും പരിഹാരം ഉണ്ടാക്കാനും ആവശ്യമായ പരിഷ്കാരം വരുത്തുവാനും കൃത്യമായി ഇടപെട്ടിട്ടുള്ള ഇവിടുത്തെ ആചാര്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആചാര്യന്മാർ അവരുടെ ശ്രമപരമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത്. സനാതന ധർമ്മത്തെ പറ്റി അത് മാറ്റമില്ലാത്തതാണ്. അതിന് മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നു. അതിനെപ്പറ്റി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു. നമ്മൾ ചോദിക്കും, പൂച്ചക്കെന്നാണ് പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ പിണറായിക്ക് എന്താണ് സനാതന ധർമ്മത്തെ പറ്റി സംസാരിക്കാനുള്ള അവകാശം? ഒരവകാശവുമില്ലാത്ത, കമ്മ്യൂണിസത്തെ പാർട്ടി മാത്രം ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അവകാശമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തെറ്റായിട്ടുള്ള വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി, സനാതന ധർമ്മ വിശ്വാസികളുടെ വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. ഇതിന് മാപ്പ് പറഞ്ഞേ മതിയാകൂ. ഹിന്ദു സമൂഹത്തിനും സനാതന ധർമ്മ വിശ്വാസികൾക്കും ഉണ്ടായിട്ടുള്ള ഈ വേദനയ്ക്ക് മറുപടി ഉണ്ടായേ പറ്റൂ. ശിവഗിരിയെ പോലെ ഒരു പുണ്യതലത്തെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ഒരിക്കലും തയ്യാറാകരുതായിരുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം? അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആ സനാതന ധർമ്മത്തെയും ശ്രീനാരായണ വിശ്വാസത്തെയും എല്ലാം തകർക്കാൻ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ, ശ്രീനാരായണന്റെ ആ ധർമ്മവചനങ്ങളെ അതിനെ വളച്ചൊടിക്കാൻ, തെറ്റായി സമൂഹത്തെ ചിത്രീകരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം അപലപനീയമാണ്. അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, സനാതന ധർമ്മ വിശ്വാസികൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി.
जय भारत माता जय बीजेपी ജയ് ജയ് ബി ജെ പി जय जय बीजेपी ജയ് ജയ് ബി ജെ പി जय जय भारत माता ജയ് ജയ് ഭാരത് മാതാ जय जय भारत माता പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം പുണ്യഭാവന ശിവഗിരിയെ കാന്തൻ വാക്ക് വിളമ്പിയിടുന്ന കേരള മുഖ്യന്റെ അപമാനം നമ്മുടെ നാടിന്റെ അപമാനം പ്രതിഷേധം പ്രതിഷേധം സനാതന ധർമ്മത്തെ അവഹേളിക്കൂ പിണറായിക്കെതിരെ പ്രതിഷേധം കേരള മുഖ്യന് പ്രതിഷേധം പുണ്യഭാവന ശിവഗിരിയിൽ കാന്തൻ വാക്ക് വിളമ്പിയിടുന്ന കേരള മുഖ്യൻ അപമാനം കേരള മുഖ്യൻ അപമാനം നമ്മുടെ നാടിന് അപമാനം നിങ്ങൾക്കെതിരെ ഉയരുകയായി ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം സനാതന ധർമ്മത്തെ അവഹേളിച്ചു കേരള മുഖ്യൻ മാപ്പ് പറയൂ പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം जय बीजेपी जय जय बीजेपी जय जय भारत माता प्रतिषेध जय जय बीजेपी जय जय भारत माता जय जय भारत माता जय जय बीजेपी जय जय बीजेपी